ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. അച്ഛൻ അപ്പളെ ഇതുപോലൊക്കെ ചെയ്യുന്നേ? ഏതുപോലെയൊക്കെ? വിളിച്ച വാണിയമ്മ ചെയ്ത പോലെ. പിന്നെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഏട്ടത്തിയെ പോലെ അല്ല ഞാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ പിന്നെ പടി 5 ചവിട്ടില്ല. അയ്യോ, പോമ്പറ്റൊക്കെ പോണേ, എന്നെ വിളിച്ചോണ്ട് പോലെ. ഞാൻ പോയാ നീയും ഉണ്ടാവും. അമ്മയെ മോളൊന്ന് നിർത്തോ? കുറെ നേരായില്ല. ഇവൾക്ക് ഇതാരുടെ സ്വഭാവാ? എന്നെ ഒരു ബഹുമാനവും ഇല്ല. അപ്പൊ നിന്റെ സ്വഭാവം തന്നെ ആയിരിക്കും. ഒന്ന് പോയേ നിങ്ങള്. എന്നാൽ ഈ ഏട്ടത്തി എന്നാണോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വാണിയമ്മേനെ അല്ല പുറത്താക്കുന്നത്, അമ്മേനെ ആയിരിക്കും പുറത്താക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ? എന്താ? വാണിയമ്മ ജോലി ഇടാൻ വേണ്ടി PSC ടെസ്റ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നു. വേണേ വാണിയമ്മ എനിക്ക് റോൾ മോഡലാക്കാം. സകല നേരം കുത്തിത്തിരിപ്പ് ആയിക്കോട് നിൽക്കുന്ന ഈ അമ്മേനെ ഞാൻ എങ്ങനെ റോൾ മോഡലാക്കും? എടി, കേരളത്തിൽ ടോപ്പ് ബിസിനസ്മാൻമാരിൽ ഒരാൾ എന്റെ അച്ഛൻ. അപ്പൂപ്പന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചേ, അമ്മയ്ക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഒരു ഡ്രീം, എയിം, അംബിഷൻ എന്തെങ്കിലും അമ്മയ്ക്കുണ്ടോ? രാവിലെ ഉണ്ടാക്കുന്ന ഉണക്കപ്പുട്ടല്ലാതെ വേറെ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആ അമ്മയാണ് സ്വന്തം ഡ്രീമിന് വേണ്ടി കഷ്ടപ്പെടുന്ന വാണിയമ്മയെ കുറ്റം പറയുന്നത്. അത് കലക്കി. ഇത്രയും ധൈര്യമാണെന്നോ? പ്രകാശ്, അവരെങ്ങോട്ടാടാ പോയത്? ഞാൻ വിളിച്ചു നോക്കി അമ്മയെ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാ. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അവനോട് ഇറങ്ങി പോവാൻ പറഞ്ഞതാ. അത് അമ്മ മോഹനേട്ടനോടല്ല പറയേണ്ടത്, ഏട്ടത്തിയോടാ. നീ ഒന്നും മിണ്ടാതിരിക്കോ? ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത്. നിങ്ങളോടാണ് അമ്മ ഇപ്പൊ ഇറങ്ങി പോവാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ലേ? അതുപോലെ തന്നെയല്ലേ മോഹനേട്ടനും? അല്ലെങ്കിൽ തന്നെ മോഹനേട്ടന്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? ജോലിക്ക് കിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. അതെ, അത് തെറ്റ് തന്നെയാ. അത് തെറ്റാണെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം അങ്ങോട്ട് തീരും. അല്ലാതെ ഭർത്താവിനെ വേദനിപ്പിക്കാൻ ഇമ്മാതി കാമുകന്റെ കൂടെ കറങ്ങി നടക്കുകയല്ല വേണ്ടത്. നീ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ കൂടുതൽ എന്നെ മര്യാദ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. ഒരു ഗവൺമെന്റ് ജോലിയുടെ പേരും പറഞ്ഞ് രണ്ടും കൂടി അടിച്ചു വിരിഞ്ഞു. ഇപ്പൊ ദാ അമ്മ മോനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് എന്തിനാ? കുടുംബം മൊത്തം നശിച്ചാലും ആരൊക്കെ അടിച്ചു വിരിഞ്ഞാലും ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ് ചാവാൻ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഗവൺമെന്റ് ജോലി കിട്ടാൻ എന്തോ കാരണം ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ഇവർ ഈ ഗവൺമെന്റ് ജോലി വാങ്ങുന്നത് കുടുംബം മൊത്തം അടിച്ചു പിരിയാനാണ്. ഈ അമ്മ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട നിങ്ങൾ കാരണം അതൊക്കെ, അതറിയാമോ? ശരിയാ, നീ പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ കാരണം ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അമ്മ, ഞാൻ പോയി അങ്ങേരെ എവിടെയാന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വരാം. ചെന്നാലും മതി, ഇപ്പൊ വരും. ഇനി മോഹനേട്ടൻ തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെന്ന് വിളിച്ചാ തിരിച്ചു വരത്തില്ല. അത്രയ്ക്ക് വെറുപ്പാ നിങ്ങളെ. നീ പോണ്ട മോളെ, അവൻ ചിലപ്പോ വരില്ല. പ്രകാശ, നീ ഒന്ന് പോയി നോക്കടാ. വേണേ അമ്മയും വരാം. വേണ്ടമ്മേ, ഞാൻ പോയി നോക്കിട്ട് വരാം. അമ്മ, എന്താ മോളെ? ഞാൻ കാരണമാണോ അമ്മ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? അതിലെന്താ ഇത്ര സംശയം? നിങ്ങൾ കാരണം തന്നെ എല്ലാ പ്രശ്നങ്ങളും. ആദ്യം നിങ്ങൾ കുറെ അടങ്ങ്. എന്തിനേതിനും ദേഷ്യവും വാശിയും. നീ അകത്ത് പോഞ്ചോ? ഞാൻ പോയേക്കാം. നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോയാ മോഹനേട്ടൻ തോറ്റതുപോലെയാവും. ഇനി അതിന്റെ പേരിൽ മോഹനേട്ടൻ എന്തെങ്കിലും കടുകൈ ചെയ്താൽ അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. ഇനി എന്തേലും സംഭവിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവർക്ക് ഭർത്താവില്ലെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടും. പക്ഷെ അമ്മയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അമ്മയുടെ മോനെ ആയിരിക്കും. അത് മറക്കണ്ട.
ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ